നമസ്കാരം സാർ. നമസ്കാരം. സാറേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പത്രസമ്മേളനം നടന്ന ഉടൻ തന്നെ LDF ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. തൊട്ടു പുറകെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ BJPയും സ്ഥാനാർത്ഥി പട്ടിക 47 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. കോൺഗ്രസ് വളരെ വൈകി, പിന്നെയും 24 മണിക്കൂർ കഴിഞ്ഞാണ് കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നത്. സ്വാഭാവികമാണ്, ഏത് പാർട്ടിയുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പം പൊട്ടലും ചീറ്റലും ഒക്കെ സ്വാഭാവികമാണ്. അത് കോൺഗ്രസ്സിലും BJPയിലും CPMൽ പോലും, ഈ വലിയ കേഡർ സംവിധാനമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന CPMൽ പോലും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ BJPയുടെ പട്ടികയെ ചൊല്ലി വലിയ പരാതി വന്നിരിക്കുകയാണ്. അതായത് സുരേന്ദ്രൻ വിഭാഗത്തിന്, സുരേന്ദ്രനുമായിട്ട് അടുത്ത് ബന്ധമുള്ള നേതാക്കൾ ധാരാളമുള്ള ജില്ലകളിൽ സീറ്റുകൾ വാരിക്കോരി ഘടകകക്ഷികൾക്ക്, അതായത് BDJS അതുപോലെ 2020 തുടങ്ങിയ ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്താണ് BJPയുടെ സാധ്യതകളെ ഇത് ബാധിക്കുമോ? അത് ഇത്തരത്തിലുള്ള ചെയ്തികൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, BJP മറ്റ് മുൻകാല തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വാസ്തവത്തിൽ എന്തെങ്കിലുമൊക്കെ, അതായത് ഇപ്പോൾ CPM എന്നാലും കോൺഗ്രസ് എന്നാലും വിട്ടുപോകുന്നവർക്ക്, അതൃപ്തരായ ആൾക്കാർക്ക്, നമ്മൾ ഈ വിമതർ എന്ന് പറയുന്ന സോക്കോൾഡ് കക്ഷികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പോയി ചേക്കേറാൻ ഒരു ഇടമുണ്ട്. പിന്നെ പലപ്പോഴും അത് ഒരു ബാർഗൈനിങ് എന്നുള്ള തരത്തിൽ പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെ പിന്നെ ഒരു അവസ്ഥ BJP ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ട്. അത് ഈ മുൻകാലങ്ങളിൽ ഈ വഴക്കുകൾക്കിടയിൽ കൂടി പോലും നേടിയെടുത്ത ഒരു സംഭവം, നേട്ടമാണ് വാസ്തവത്തിൽ. അപ്പോൾ അത്രയൊക്കെ നേട്ടം കഴിഞ്ഞ കാലങ്ങളിലെ വെല്ലുന്ന രീതിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അപക്വമായ ഒരു സമീപനം കൊണ്ട് തട്ടി ഉടയ്ക്കുന്ന കാഴ്ചയാണ് വാസ്തവത്തിൽ ഇപ്പോൾ കാണുന്നത്. അടുത്തിപ്പോൾ താങ്കൾ പറഞ്ഞ ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഘടകകക്ഷികൾക്ക് കൂടുതൽ സ്വാധീനം. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ചില രാഷ്ട്രീയത്തിൽ നമ്മളത് ചിലപ്പോൾ CPMൽ നിന്നൊക്കെ നോക്കി പഠിക്കേണ്ടി വരും. ചിലപ്പോൾ ചിലയിടത്ത് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് VD സതീശനും ഈ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചില തീരുമാനങ്ങൾ എടുക്കണമല്ലോ, അത് ആത്യന്തികമായി പാർട്ടിക്കും തനിക്കും ഗുണം വരും എന്ന് ഉറച്ച തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിരുന്നു. നമ്മളെല്ലാവരും പലപ്പോഴും ആ മനുഷ്യനെ പറഞ്ഞാൽ ശരിയല്ല ഇതൊക്കെ, പക്ഷേ അയാൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ചില നോകൾ നമ്മൾ പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ തീരണം, ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോകെ പ്രശ്നമായി തീരും. ഇവിടെ തന്നെ നോക്കിക്കോളൂ, ഇപ്പോൾ വളരെ കൃത്യമായി ഇപ്പോൾ കൊടുങ്ങല്ലൂർ, ഇപ്പോൾ കളമശ്ശേരി, ഇപ്പോൾ വലിയ തോതിലുള്ള പിന്നെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJP ഉദാഹരണത്തിന് നമ്മൾ ആറന്മുള എടുത്താൽ, ആറന്മുളയിൽ ഇപ്പോൾ MT രമേശ് മത്സരിക്കുമ്പോൾ പോലും നല്ല വോട്ട് പിടിച്ചിരുന്നു, നല്ല വോട്ട് പിടിച്ചു, നല്ല മത്സരം കഴിച്ചു. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഘടകകക്ഷിക്ക് കൊടുക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നം വരും. പിന്നെ ഇവർ കൊടുത്തതാണ് അതൊരു സോഫ്റ്റ്നെസ്സാണ്, ഒരു സോഫ്റ്റ് കോർണറാണത്. കാരണം ഇവർ ആദ്യമായിട്ട് ഘടകകക്ഷി കിട്ടുന്ന ഒരു ഘടകകക്ഷിയെ ഒപ്പം നിർത്താൻ അവരെ ഒന്ന്, പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെടുന്നതാണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന. എപ്പോഴും നമുക്ക് ഉറപ്പുണ്ട് 2018 സംബന്ധിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ചില പോക്കറ്റ്സിൽ അവർക്ക് വോട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ BJPയോട് ചേർത്തിട്ടുള്ള അവർക്ക് ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. അവർ മത്സരിപ്പിക്കുന്നതിലേക്കേറെ പിന്നെ സെലിബ്രിറ്റീസിനെയാണ്. അത് ചിലപ്പോൾ വോട്ടായി മാറി എന്നൊന്നും അല്ല, അതൊന്നും ഈ താരശോഭയൊന്നും കേരളത്തിൽ വോട്ടായി വോട്ടായി മാറില്ല. അവിടെ നമ്മൾ, അതായത് നമ്മൾ ഇപ്പോൾ MT രമേശ് മത്സരിച്ചപ്പോൾ 37,000 വോട്ട് പിടിച്ചു അവിടെ, അല്ലെങ്കിൽ ആറന്മുള തൊട്ടടുത്ത തവണ വീണ്ടും കുറച്ചുകൂടെ കുറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് എന്നാലും ആ ഒരു വലിയ പോയിട്ടില്ല. ആ ഒരു എന്താ പറയുക, ഒരു മുന്നേറ്റം നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത്, അവിടെ വന്നിട്ട് ഒരു BJP സ്ഥാനാർത്ഥി ഒരു തവണ ഇല്ലാതെ വരികയും ആ വോട്ടുകൾ വീണ്ടും കുറയുകയും പിന്നെ ആ കുറഞ്ഞിടത്തുനിന്ന് വേണം കയറ്റിപ്പിടിക്കാൻ. അതെ. അപ്പോൾ അതാണ് ഈ വളർച്ചയുടെ ഏതോ ഒരു ഘട്ടത്തിൽ മറ്റൊരാളെ കൊണ്ടുവന്ന് വെട്ടുകയാണ്. അത് ഈ അവിടെ ഒരു ഡൈവേർഷൻ. അപ്പോൾ അങ്ങനെ പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അത് എന്തിനങ്ങനെ പ്രവർത്തിച്ച് തുടങ്ങി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. സന്ദീപ് വാചസ്പതി ആണെങ്കിൽ എത്രയും നാളുകളായിട്ട് അവിടെ ലൊക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന്, അപ്പോൾ ചിലപ്പോൾ ചോദ്യം വരാം, ഇദ്ദേഹത്തോട് ആര് പറഞ്ഞു അവിടെ പോയി നിൽക്കാൻ എന്നൊക്കെ ആയിരിക്കാം ഈ മുതിർന്ന ചില നേതാക്കളുടെ ഒരു സമയം. അയാളെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. മാത്രമല്ല, ജില്ലാ പ്രസിഡന്റിന് ഈ BJPയുടെ ഒരു ഹൈറാർക്കി അനുസരിച്ച് ഈ പ്രസിഡന്റുമാർക്ക് ആണ് പവർ. അതെ. അപ്പോൾ ജില്ലാ പ്രസിഡന്റിന് സ്വാഭാവികമായിട്ട് ഒരു സീറ്റ്, എനിക്ക് ഇന്ന സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കണം. അവരുടെ ഒരു ആഭ്യന്തര കാര്യമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്
ഒരു ജില്ലാ പ്രസിഡന്റ് ഞാൻ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുകയും അത് കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുകയും വേണം. അതാണ് BJPയിലെ ഒരു രീതി. പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്, ചെങ്ങന്നൂരിൽ നിന്ന് സന്ദീപ് വചസ്പതിയെ നേരെ ഹരിപ്പാടേക്ക് രമേശ് ചെന്നിത്തലയെ നേരിടാൻ അയക്കുന്നു. നമുക്കറിയാം ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ വീഴ്ത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അത് ഹിമാലയൻ ടാസ്ക്കാണ്. ഇനി അതുപോലെ തന്നെ അങ്ങ് ആറന്മുളയുടെ കാര്യം സൂചിപ്പിച്ചു. കുമ്മനം രാജശേഖരൻ ആറന്മുള മത്സരിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് റാന്നിയിൽ, ശബരിമല ഉൾപ്പെടെയുള്ള റാന്നിയിൽ അദ്ദേഹത്തെ അയക്കണം എന്നുള്ളതാണ് അവർ കൊടുത്തിരുന്നത്. അവിടെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ശബരിമല ഉൾപ്പെടുന്ന ദേശത്ത് അവിടെ RSSന് അതിർത്തിയുണ്ട്, അതിർത്തിയുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു ആറന്മുളയിൽ അല്ലെങ്കിൽ റാന്നിയിൽ അതായിരുന്നു അവിടുത്തെ ഒരു താല്പര്യം. അവർക്കിപ്പോൾ അവർ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിലും അവരും ചില സങ്കല്പങ്ങളുണ്ട്, ചില ആൾക്കാരോട് അവർക്ക് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുമ്മനം രാജശേഖരൻ തീർച്ചയായിട്ടും ആറന്മുളയിലോ റാന്നിയിലോ മത്സരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും അത് BJP ഇനി ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശരിക്കും ഈ നമുക്ക് ആറന്മുളയൊക്കെ അങ്ങ് സഖ്യകക്ഷിക്ക് എഴുതി കൊടുത്തില്ല. അപ്പോൾ ഇത് അവിടെയൊക്കെ വോട്ട് ഉണ്ടാക്കി വെച്ചത് എന്ത് ബുദ്ധിമുട്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇപ്പോഴും ഇവർ വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ സ്ഥിതി എന്ന് പറയുന്നത് BDJSന് വോട്ടാണ്. BDJSനെ കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള വേറെ കേസെങ്കിൽ കൂടി ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ കൊടുങ്ങല്ലൂരിൽ BDJSന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, അതേപോലെ സ്വാധീനമുള്ള മറ്റിടങ്ങളിലുമൊക്കെ അതും അവർക്ക് കൊടുക്കാതെ മറ്റൊരാൾക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ്. പിന്നെ റെജി ലൂക്കോസിൻ്റെ കേസ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് വലിയ അപാകതകൾ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അത് BJPക്ക് ആ ഓടി വന്ന പേസിനെ അവർക്ക് ഉറപ്പായി അവർക്ക് കുറയ്ക്കും. ഇത് മാത്രമല്ല അവരുടെ ഈ കേപ്പബിലിറ്റി ഇല്ലായ്മയും കൂടിയാണ് കാണിക്കുന്നത്. സംഘടനാപരമായ ഒരു കെട്ടുറപ്പില്ലാത്തതും ഇതൊരു വിഷയമാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ ഇതൊരു സുശക്തമായ ഒരു കേഡർ സംവിധാനത്തുള്ള പാർട്ടി എന്നൊക്കെ പാടി പോഴ്ത്തുമ്പോഴും ഇതിനകത്ത് വാസ്തവത്തിൽ അവർ ഇപ്പോഴും ഈ ചില കാര്യങ്ങൾ ഇത് മൊത്തത്തിലുള്ള BJPയുടെ ഒരു മുന്നേറ്റത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പല്ലേ അത് ബാധിക്കാതിരിക്കുന്നതും അവരുടെ കാര്യം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഒരു മണ്ഡലം എടുത്താൽ 8-10 ആൾക്കാർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉള്ള ആൾക്കാർ കോൺഗ്രസിനകത്തുണ്ട്. 150 മണ്ഡലത്തിൽ 1500 പേരോട് മത്സരിക്കാൻ. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തു നിന്നാണ് ഇവർ ഈ നമ്മൾ പറഞ്ഞ അരിച്ചു പെറുക്കിക്കണം. അപ്പോൾ അവരെ നമ്മൾ സമ്മതിക്കണം. കോൺഗ്രസിനെ CPM ഈ ഘട്ടത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇപ്പോഴത്തെ BJPയുടെ സ്ഥിതിയെങ്കിൽ BJP ആ ഘട്ടത്തിലേക്ക് വളർന്നു വന്ന് ചിന്തിക്കുക. ഇതെന്ത് ചെയ്യും? അവർ ഭ്രാന്ത് പിടിക്കുമോ? ഒരു ഈ 140 മണ്ഡലത്തിലും കൂടെ ഒരു 14,000 പേര് മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ ഈ കുമ്മനത്തിൻ്റെ ശ്രീധരൻപിള്ളയുടെ പേര് ഇപ്പോൾ ഹരിപ്പാട് നിന്ന് ഇദ്ദേഹത്തെ ഹരിപ്പാടത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ നോബൽ മാത്യു അവരുടെ ദേശീയ കാഞ്ഞിരപ്പള്ളിയിലെ ജോർജ് കുര്യൻ, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കണം. അത് കേന്ദ്രമന്ത്രി പരാജയപ്പെട്ടാൽ അത് വലിയ നാണക്കേടാണ്. നരേന്ദ്രമോദിക്ക് പോലും നാണക്കേടാണ്. എന്തുകൊണ്ട് ഇവരിങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. തോന്നുന്നു വെച്ചാൽ നമുക്ക് ആ ഒരു ബെൽറ്റിലെ ഷോൺ ജോർജ്, PC ജോർജ്, കുര്യൻ, അപ്പോൾ ഇത് ക്രിസ്തീയ വോട്ടുകളെ നമ്മൾ അതായത് ഈ സഭ പറഞ്ഞത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ കണ്ടേ? ഈ ക്രിസ്ത്യൻ വോട്ട് BJPക്ക് അല്പമെങ്കിലും കിട്ടിയോ? ഞാൻ മുനമ്പത്തെ വിഷയം എടുക്കാം. മുനമ്പത്ത് ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിയമം കൊണ്ടുവന്നത് BJPയാണ്. ഈ മുക്കത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ അവിടെ താമസിക്കുന്ന ഏതാണ്ട് 600 കുടുംബങ്ങളുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. അവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൂടെ നിന്ന് അത്യധ്വാനം ചെയ്ത് സമരം ചെയ്ത ആൾക്കാർ BJP മാത്രമാണ്. UDF അനങ്ങിയിട്ടില്ല, LDF അനങ്ങിയിട്ടില്ല. എന്നിട്ടും മുനമ്പത്ത് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 വാർഡാണ് ജയിച്ചത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ട് പോയി? വളരെ കൃത്യമായിട്ട് UDFിലേക്കാണ് അത് പോയിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നതും അതാണ്. ഈ PC ജോർജ്, ഷോൺ ജോർജ്, ജോർജ് കുര്യൻ ഇവരെയൊക്കെ നിർത്തിക്കൊണ്ട് ഇവർ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. അതായത് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പരിഗണിക്കുന്നുണ്ടെന്ന്, അതാണ് ഞാൻ പറയാൻ വലിയ പരിഗണന കൊടുക്കുന്നു എന്ന്. പക്ഷെ അത് ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു നിർത്തിയ പോലെ മുൻകാലങ്ങളിൽ അനുഭവം വെച്ച് നോക്കിയാൽ ആ വോട്ട് മതിയായ രീതിയിൽ കിട്ടിയിട്ടില്ല.
ഇനി കിട്ടാനും പോകുന്നില്ല. ഇനി കിട്ടാനും കിട്ടാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് വാസ്തവത്തിൽ. സാർ അതേസമയം ഇങ്ങനൊരു പരിഗണന, അതായത് ക്രിസ്ത്യാനികൾക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ BJPയുടെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. ആ വാസ്തവത്തിൽ ഹിന്ദു വോട്ട് BJPയിലേക്ക് ഇപ്പോൾ കൂടുതലായി വരുന്നത് BJPയുടെ മിടുക്ക് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് LDFനെയും UDFനെയും മടുത്ത് ഈ രണ്ടുപേരും നഗ്നമായ ന്യൂനപക്ഷ പ്രീണനം കാണിക്കുന്നു എന്ന ഒരു പരാതിയിന്മേൽ ഒരുപാട് ഹിന്ദുക്കൾ, നിഷ്പക്ഷരായ ഹിന്ദുക്കൾ BJPക്ക് വോട്ട് കൊടുക്കുന്നുണ്ട്. അത് BJPയുടെ മഹത്വം ഒന്നും കണ്ടിട്ടല്ല. BJPയുടെ മഹത്വം അവർ കാണുന്നുണ്ട്, നരേന്ദ്രമോദിയിൽ കാണുന്നുണ്ട്. കേരളത്തിലെ BJP നേതാക്കളിൽ ഒന്നും ആ മഹത്വം കണ്ടുകൊണ്ടല്ല അവർ വോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ BJPക്ക് വോട്ട് കൊടുക്കും. ആ വോട്ട് നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കില്ലേ? ഉറപ്പായും നഷ്ടപ്പെടാൻ ഇടയാക്കും. മാത്രമല്ല ഇതിനകത്ത് ഇതിപ്പോൾ അവരുടെ കാര്യമാണ്, ആരെ കൂട്ടണം, ആരെ എവിടെ കൊടുക്കണം എന്നുള്ള അവരുടെ കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും അവർ അപക്വമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഉറപ്പായും തന്നെ അതിനെ ഇവർ ഇനിയും എത്രയോ വളരേണ്ടിയിരിക്കുന്നു. CPMനെയും കോൺഗ്രസിനെയും വിമർശിക്കുമ്പോഴും അങ്ങനെയുള്ള പറയണമല്ലോ. സ്വാഭാവികമായിട്ടും അതിലൊക്കെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും എത്രയോ ഉയരെയാണ് BJPയിലും കണ്ടുവരുന്നതെന്ന് പറയുന്നത്. കയ്യിലിരിക്കുന്ന കൂടി അവർക്ക് പോകും. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ ചുമ്മാ നമുക്ക് ത്രികോണ മത്സരം എന്ന് പറയാമെന്നുള്ളതല്ല, പലപ്പോഴും ഫലം വരുമ്പോൾ ഇത് ത്രികോണത്തെ മത്സരത്തിൻ്റെ 7 അയലത്ത് പോലും ഉണ്ടായിരിക്കില്ല. കാരണം അതിർത്ത ഒരു സൈഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടി വെച്ചുകൊണ്ട് വന്നതൊക്കെ മറ്റു സൈഡിൽ കൂടെ അവർ ചോർത്തി കളയുന്നു. അതാണ് സംഭവിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ BJPക്ക് അകത്ത് തന്നെ ഇപ്പോൾ MT രമേശ് മത്സരിക്കുന്നില്ല എന്ന് പറയും. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഇപ്പോൾ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടെ, K സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു. ലാസ്റ്റ് 2 മിനിറ്റിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു. അപ്പം അത്തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നാണ് പുറമേ നിന്ന് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോഴും മുൻ പ്രസിഡന്റുമാരുടെ സ്വാധീനം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റുമാരുടെ സ്വാധീനം, ഇന്നലെ വന്ന ആളുടെ സ്വാധീനം, ന്യൂനപക്ഷങ്ങളെ സ്വാധീനം, പിന്നെ പുതിയതായിട്ട് വന്ന ഘടകകക്ഷികളെ അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളത് ഈ മുൻകാലങ്ങളിൽ എത്ര വോട്ട് കിട്ടിയത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ചർച്ച അവിടെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ വലിയ അപകടം പിടിച്ച ഈ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ തന്നെ കോൺഗ്രസിനും പിന്നെ LDFിലും ഉള്ളതിനും കൂടുതൽ പ്രശ്നം, തർക്കങ്ങൾ BJPക്കകത്ത് ഓൾറെഡി ഉടലെടുത്ത് കഴിഞ്ഞു. മുൻകാലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ സീറ്റ് വിഭജനവും സീറ്റ് നൽകലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഫലപ്രദമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരിക്കലുമില്ല. ദേശീയ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് കേന്ദ്ര നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള വളരെ പരിചയസമ്പന്നരായ ആൾക്കാരാണ്. അവരെന്തെടുക്കുന്നു, പരിചയസമ്പന്നർക്ക് കേരളത്തെക്കുറിച്ച് ഒരു ചുക്കു അതാണ് പറഞ്ഞത്. അപ്പോൾ അവരെ എന്ത് പറഞ്ഞാണ് ഇവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. അതും കൂടിയാണല്ലോ അവർ ഒപ്പുവയ്ക്കുമ്പോഴേ, അവർ സമ്മതം മൂളുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ കൺവിൻസ് ചെയ്യിക്കുന്നത് ഒരുപക്ഷെ ശരിയായ രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. ഒരു പൊതു അഭിപ്രായത്തെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൊണ്ടിട്ടല്ല സീറ്റ് നിർണ്ണയിക്കുന്നത്, അത് വേറെ കേസ്. പക്ഷേ എങ്കിലും എല്ലാ വാർത്താമാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി കഴിഞ്ഞു. ഈ പറയുന്ന നേതാക്കളെല്ലാം തന്നെ അതൃപ്തരാണ്. ഒരു പടല നേതാക്കളുണ്ട്, അതിൽ മുൻനിര നേതാക്കൾ മാത്രമല്ല സാർ, BJPക്കൊപ്പം എല്ലാ കാലത്തും അടിയുറച്ച് നിൽക്കുന്ന ഹിന്ദു വോട്ട്, എന്താ പറയുക, ഹിന്ദു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരുണ്ട്, ജനങ്ങളുണ്ട്. അവരാണ് BJPയുടെ കരുത്ത്, BJPയുടെ ബേസ് അതാണ്. അതിനെ മറന്നുകൊണ്ടാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. BJPക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.